കർണാടകയിലെ വിജയപുരയിൽ 1.5 വയസ്സുള്ള കുട്ടി കുഴൽക്കിണറിൽ വീണു. ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങളുമായി മനീഷ് മൂർത്തി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. മനീഷ്, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രജൻ, വിജയപുര കർണാടകയിലെ മനീഷ് മൂർത്തിയിലേക്ക് അല്പസമയം തിരികെത്താം. കർണാടകയിലെ വിജയപുരയിലാണ് 1.5 വയസ്സുള്ള കുട്ടി കുഴൽക്കിണറിൽ വീണത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ അപകടം ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയുമാണ്. എന്താണ് കുട്ടിയുടെ നിലവിലത്തെ സ്ഥിതി, ആരോഗ്യസ്ഥിതി എന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. മനീഷ് മൂർത്തി അപ്ഡേറ്റുകളുമായി നമുക്കൊപ്പം തത്സമയം ചേരും. മനീഷ്, എന്താണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഒക്കെ കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ? പ്രജിൻ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത് കുട്ടിക്ക് ശബ്ദമൊന്നുമില്ല, പക്ഷേ ചെറിയ അനക്കം, അതായത് ചില മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ അനക്കമുണ്ട് എന്നുള്ളതാണ്. അതായത് പാരലായി ഒരു കുഴി എടുത്തുകൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 16 അടിയോളം താഴ്ചയിലാണ് കുട്ടി ഉള്ളത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി. സമീപ പ്രദേശത്താണ് ഈ കിണറുള്ളത്. അതിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നു. ഈ ബഹളം കേട്ടാണ്, കുട്ടിയുടെ കരച്ചിൽ കേട്ട് ആണ് കുട്ടി അതിനകത്തുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും പിന്നീട് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. വൈകുന്നേരത്തോടു കൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും കുട്ടിക്ക് അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. എന്തായാലും കുട്ടിയിൽ നിന്ന് അനക്കങ്ങളുണ്ട്, റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ചില മെഷീനറികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കാരണം ഓക്സിജൻ പൈപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ആ കുഴൽക്കിണറിലേക്ക് ഇറക്കിക്കൊണ്ട് കുട്ടിയെ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രജയ്, ശരി, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുട്ടി അവിടെ ഇപ്പോൾ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന തരത്തിലുള്ള അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഓക്സിജൻ കൃത്യമായി സപ്ലൈ ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.